ഹരി സംസാരിക്കുന്ന പ്രോറയിലോട്ട് എല്ലാവർക്കും ഫൈനലി ക്ലാസിക് ലെജൻസിന്റെ എസ്ഡിയുടെ അഡ്വഞ്ചറിന്റെ അപ്ഡേഷന് ശേഷം എസ്ഡി സ്കാംബ്ലറിനും പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കും. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഫ്രഷ് പുതിയ കുറച്ച് കളറുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കളർ ഓജിയല്ലോ എന്നും പറഞ്ഞ ഈ കളറാണ്. പിന്നെ പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അടിപൊളി ഗ്രാഫിക്സ് ഇതിനകത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പഴയ മോഡൽ ഡ്യുവൽ എക്സോസ്റ്റ് ആയിട്ടായിരുന്നു കമ്പനി ലോഞ്ച് ചെയ്തത്. പുതിയ മോഡൽ സിംഗിൾ എക്സോസ്റ്റ് ആയിട്ടാണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ള കളർ റോഗു റെഡ് എന്ന് പറഞ്ഞ കളറാണ്. അടുത്തത് റാലി ബ്ലൂ, വേറെ ഒന്ന് ലെഗസി ബ്ലാക്ക്. അങ്ങനെ ടോട്ടൽ ഇതിനകത്ത് മൊത്തം 4 കളർ വേരിയൻസ് ആണ് വരുന്നത്. എസ്ഡിയുടെ ഏറ്റവും പുതിയ കട്ടർ സീരീസിൽ തന്നെ എഞ്ചിനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 334 സിസിയുടെ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇത് ആൽഫ 2നെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ എഞ്ചിനും വരുന്നത്. ആൽഫ 2 പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാണ് കട്ടാർ എഞ്ചിൻ. ഭാവിയിൽ ജാവയുടെ എസ്ഡിയുടെയും മറ്റു മോഡലുകൾ എഞ്ചിൻ യൂസ് ചെയ്തേക്കാം. അറ്റ് 8100 RPM 30 PS പവർ ആണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് 6750 RPM 30 Nm ആണ്. ഇതിനകത്ത് 3 റൈഡിംഗ് മോഡ് വരുന്നുണ്ട്. റോഡ്, ഓഫ് റോഡ്, റെയിൻ. 174 കിലോഗ്രാം ആണ് ഭാരം തന്നെ. 813 Nm ആണ് സീറ്റ് ആയിട്ട് വരുന്നത്. കമ്പനി ഇതിന് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നൽകിയിരിക്കുന്ന 12.5 ലിറ്റർ. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയെ പറയുമ്പോൾ ഇതൊരു ഡീസന്റ് ആയിട്ടുള്ള ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി, അതിന് മുകളിലോട്ടില്ല. ഇവര് മഹേന്ദ്രയുടെ പാരന്റ് കമ്പനി ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നൽകിയെന്ന് മനസ്സിലാവില്ല. മിനിമം ഒരു 13-14 ലിറ്റർ നൽകിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഫ്രണ്ടിലത്തെ ടയർ സൈസ് തന്നെ 100/90/19. ഇതിന്റെ റിയറിൽ വന്നിരിക്കുന്നത് 140, 70, 17. ഈ എഞ്ചിൻ ഉദ്ദേശിക്കുന്ന ഒരു മൂർച്ചയുള്ള കത്തി പോലെയാണ്. നമ്മുടെ ഈ ഗൂർക്കകളൊക്കെ യൂസ് ചെയ്യുന്ന കത്തി പോലാണ് ഈ എഞ്ചിൻ. കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്ത് എവിടെ പിടിച്ചാലും കൈമുറിയും. അതുകൊണ്ട് തന്നെയാണ് പവർ ടോർക്ക് 30, മൈലേജ് 30 നൽകിയത്. ഈ കട്ടാർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വാള്, കത്തി എന്നൊക്കെയാണ്. ക്ലാസിക് ലെജൻസ് ഈ പരിപാടി കടമെടുത്തിരിക്കുന്ന റോയൽ എൻഫീൽഡിൽ നിന്നാണ്. എഞ്ചിനും ഷാസിക്കും വ്യത്യസ്തമായ പേര് നൽകാറുള്ള റോയൽ എൻഫീൽഡ് ആണ്. റോയൽ എൻഫീൽഡിന് പേരുകൾക്ക് എന്തെങ്കിലും കഥകൾ പറയാനുണ്ടാവും. അത് തന്നെയാണ് ഇവിടെയും എസ്ഡി യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മോഡലിന്റെ ബേസ് വേരിയന്റ് 2 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസിന് നമുക്ക് കിട്ടുന്നതാണ്. എസ്ഡി സ്കാംബ്ലറിന്റെ കളർ വേരിയന്റ് മാറുന്നതനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. എസ്ഡിയുടെ സ്കാംബ്ലറിനെ പറ്റി പറയാനാണെങ്കിൽ വണ്ടി ഓടിച്ചു നോക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതൊരു പുതിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു 6 മാസം കഴിയാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പുതിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 3 മാസം 4 മാസം ഒക്കെ കഴിഞ്ഞെങ്കിൽ ആ എഞ്ചിന്റെ ഒരു പെർഫോമൻസും എഞ്ചിന്റെ റിലയബിലിറ്റി ഒക്കെ അറിയാൻ സാധിക്കും. അതിനുശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. എസ്ഡിയുടെ അഡ്വഞ്ചറിനെ പറ്റി എനിക്ക് ഇത്രയുമാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കേസ്, ഈ ഒരു പ്രൈസിംഗിൽ വേറെ സ്കാംബ്ലർ ബൈക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡീലാണിത്. വിലയുടെ കാര്യത്തിൽ മാത്രമാണ്. എന്തായാലും പുതിയ എഞ്ചിനായിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ഇവരുടെ തന്നെ രണ്ടാമത്തെ മോഡലായ BSA സ്കാംബ്ലറിലോട്ട് വരുമ്പോൾ കമ്പനി ഈ മോഡലിന് BSA ഗോൾഡ് സ്റ്റാറിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എസ്ഡിയുടെ സ്കാംബ്ലറിന്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്താണ് ഈ മോട്ടോർ സൈക്കിൾ നിർമ്മിച്ചിരിക്കുന്നത്. എസ്ഡിയുടെ സ്കാംബ്ലറായിട്ട് പാർട്ട് ഷെയറിംഗും ഈ മോട്ടോർ സൈക്കിളിൽ ഉണ്ടായേക്കാം. മോഡലിന്റെ കോർ ഡിസൈൻ BSA ഗോൾഡ് സ്റ്റാർ 650 തന്നെയാണ്. കമ്പനി ഇതിനെ ഒരു പേരിനൊരു സ്കാംബ്ലറാക്കി മാറ്റുകയല്ല ചെയ്ത. പ്രോപ്പർ സ്കാംബ്ലർ ലുക്കിലോട്ട് ഇതിനെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മോട്ടോർ സൈക്കിൾ 3 കളറിലാണ് തന്നെ. ആദ്യത്തെ കളർ റേവൻ ബ്ലാക്ക്, രണ്ടാമത്തെ കളർ വിക്ടർ യെല്ലോ, അടുത്തത് മൂന്നാമത്തെയും ലാസ്റ്റ് കളറായ തണ്ടർ ഗ്രേ. പിന്നെ ഇതിന്റെ ഗ്രാഫിക്സിനെ പറ്റി പറയാനാണെങ്കിൽ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാഫിക്സ് തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് കമ്പനി നൽകിയിരിക്കുന്ന 652 സിസിയുടെ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള സിംഗിൾസിന്റെ DOHP 4 വാൽവ് ട്വിൻ സ്പാർക്ക് പ്ലഗ് എഞ്ചിനാണ്. 45 PS അറ്റ് 6500 RPM, പിന്നെ 55 Nm അറ്റ് 4000 RPM ആണ്. ഒരു 650 cc എഞ്ചിൻ തന്നെ ഒരു മോട്ടോർ സൈക്കിളിൽ 5 സ്പീഡിലും കുറച്ചുകൂടി നല്ലത് 6 സ്പീഡ് ആയിരുന്നു. പക്ഷെ കമ്പനി ഇവിടെ നൽകിയിരിക്കുന്ന 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. വണ്ടിയുടെ ഭാരം വരുന്ന 208 കിലോഗ്രാം ആണ്. ടാങ്ക് കപ്പാസിറ്റി കമ്പനി 12 ലിറ്റർ ആണ് നൽകിയിരിക്കുന്നത്. ഇതൊരു സ്കാംബ്ലർ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് മിനിമം ഒരു 15 ലിറ്റർ എങ്കിലും നൽകാമായിരുന്നു. ഈ മോട്ടോർ സൈക്കിളിൽ സീറ്റ് ഹൈറ്റ് തന്നെ 820 mm ആണ്. 187 mm ഗ്രൗണ്ട് ക്ലിയറൻസും കമ്പനി നൽകിയിരിക്കും. സസ്പെൻഷൻ നൽകിയിരിക്കുന്ന ഫ്രണ്ടിൽ 41 mm ടെലിസ്കോപ്പിക് ഫോർക്കാണ്. ബാക്കിൽ ട്വിൻ ഷോക്ക് അബ്സോർബറും നൽകിയിരിക്കുന്നു. പരിശോധിച്ച് നോക്കുമ്പോൾ ഫ്രണ്ടിൽ 320 mm ബ്രംബോന്റെ ബ്രേക്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്ത ബ്രംബോയുടെ ട്വിൻ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സ് ആണ്. വണ്ടി കയ്യിൽ കെട്ടി ഓടിച്ചു നോക്കാതെ ബ്രേക്കിങ്ങിനെ പറ്റി ഒന്നും പറയാൻ സാധിക്കില്ല. ബാക്കിൽ 255 mm ബ്രംബോയുടെ ബ്രേക്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രംബോയുടെ തന്നെ സിംഗിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സ് ആണ്. ഇനി ഫ്രണ്ടിൽ നൽകിയിരിക്കുന്ന ടയർ സൈസ് പരിശോധിച്ച് നോക്കുന്നത് 110/80/R19. ഫ്രണ്ടിൽ 18 ഇഞ്ചിന്റെ ഓക്ക് വീലാണ് നൽകിയിരിക്കുന്നത്. ട്യൂബ്ലെസ് വീലാണ്. ബാക്കിൽ 17
17 ഇഞ്ചിന്റെ ട്യൂബ്ലെസ് സ്പോക്ക് വീലാണ് നൽകിയിരിക്കുന്നത്. ഈ പണ്ടുള്ള ആൾക്കാർ ക്ലാസിക് ബൈക്കിനെ ടൂറിങ്ങിനും മോട്ടോക്രോസ് റേസിംഗിനും വേണ്ടി ഈ മോഡലുകളെ സ്കാംബ്ലർ ലുക്കിലോട്ട് കൺവേർട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ BSA ബ്രാൻഡ് ഗോൾഡ് സ്റ്റാർ എന്ന് പറഞ്ഞ സ്കാംബ്ലർ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുകയുണ്ടായി. ലോകത്തിലെ ആദ്യത്തെ സ്കാംബ്ലർ ബൈക്കും ഇത് തന്നെയാണ്. ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്ന ബൈക്കുകളിൽ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിന് പകരം മോട്ടോക്രോസ് റേസിന് യൂസ് ചെയ്യുന്ന നമ്പറുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മോഡലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കാംബ്ലർ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരാൻ കമ്പനി തീരുമാനിച്ചത്. ഏത് സ്കാംബ്ലർ ബൈക്ക് എടുത്താലും സൈഡ് കവറിൽ ഒരു പ്ലേറ്റ് മസ്റ്റ് ആണ്. അതിനകത്തൊരു നമ്പരും ബാഡ്ജ് ചെയ്തിട്ടുണ്ടാവും. അതായത് പഴമയെ പൂർണ്ണ രീതിയിൽ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അഭിനയം. ഈ മോട്ടോർ സൈക്കിളിന് ഇതേപോലെ 65 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ചിലര് പറയുന്നത് 650 അനുസ്മരിക്കുന്ന 65 ആണെന്നാണ്. മേ ബി BSA കമ്പനി അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും ഡേർട്ട് റേസിനെ അനുസ്മരിക്കുന്നതാണ് 65 ബാഡ്ജിങ്. ഇപ്പൊ ക്ലാസിക് ലെജൻസ് ആയാലും റോയൽ എൻഫീൽഡ് ആയാലും ഇവരുടെ മോട്ടോർ സൈക്കിളുകളിൽ എന്തെങ്കിലും ചരിത്രം ഒളിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ രണ്ട് സൈഡിലും ഈ 65ന്റെ താഴെ സ്കാംബ്ലർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് കമ്പനി നൽകിയിരിക്കുന്ന ഗോൾഡ് സ്റ്റാർ 650 നൽകിയ മീറ്റർ അല്ല. ഇതിനകത്ത് കമ്പനി നൽകിയിരിക്കുന്നത് ST-ലൊക്കെ യൂസ് ചെയ്യുന്ന റൗണ്ടഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഇനി സീറ്റിനെ പറ്റി പറയുമ്പോൾ കസ്റ്റമൈസ്ഡ് ഒരു റാലി സീറ്റാണ് കമ്പനി നൽകിയിരിക്കുന്നത്. വണ്ടി ഓടിച്ചു നോക്കാതെ സീറ്റിന്റെ കംഫർട്ടിനെ പറ്റി ഒന്നും പറയാൻ സാധിക്കില്ല. ഇതിനകത്ത് പില്ലിന് പിടിക്കാനുള്ള ഗ്യാബ് റെയിലോ ഒന്നും നൽകിയിട്ടില്ല. ഇത് ആക്സസറി ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും സീറ്റ് കണ്ടിട്ട് ലോങ് റൈഡിന് നല്ല കംഫർട്ട് തരുന്ന രീതിയിലുള്ള സീറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ മോട്ടോർ സൈക്കിൾ 3 കളർ വേരിയന്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കളർ വേരിയന്റ് മാറുന്നതനുസരിച്ച് വിലയിലും വ്യത്യാസം വരുന്നതാണ്. 4.15 ലക്ഷം തൊട്ട് 4.35 ലക്ഷം വരെയാണ് ഓൺ റോഡ് വില വരാൻ സാധ്യത. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിക്കുന്നതിനോട് വാല്യൂ ഫോർ മണി തന്നെയാണ്. സിംഗിൾ സിലിണ്ടർ 650cc എഞ്ചിൻ ഈ ഒരു മോട്ടോർ സൈക്കിൾ മാത്രമേ ഉള്ളൂ. റോയൽ എൻഫീൽഡ് ട്വിൻ സിലിണ്ടർ ആണ്. ഇതിലും പൊടിക്ക് വില കൂടുതലാണ്. അതിന് നിങ്ങളത് വാങ്ങിക്കഴിഞ്ഞാൽ നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം പാർട്സിന്റെ അവൈലബിലിറ്റിയാണ്. സർവീസിന്റെ കേസിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. നിലവിൽ ഇപ്പോൾ ഉള്ളത് പുതിയ ഡീലർഷിപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് പറയാൻ സാധിക്കാത്തത്. BSAയുടെ സ്കാംബ്ലറിനെ പറ്റി റെട്രോ ക്ലാസിക് ലുക്കിൽ തന്നെ ഒരു സ്കാംബ്ലർ മോട്ടോർ സൈക്കിളാണ്. ജാവയും ST ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രീമിയം രീതിയിലാണ് BSA മോട്ടോർ സൈക്കിൾ ബിൽഡ് ചെയ്തതിന്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ തന്നെയാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മോട്ടോർ സൈക്കിളിന്റെ ബിൽഡ് ക്വാളിറ്റി നിങ്ങളെ നിരാശപ്പെടുത്താൻ സാധ്യതയില്ല. ഇനി എഞ്ചിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒന്ന് BSA ഗോൾഡ് സ്റ്റാർ 650 അധികം മോട്ടോർ സൈക്കിൾ റോഡിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഒരു സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ലോവർ RPM-ൽ നല്ല രീതിയിൽ വൈബ്രേഷൻ ഉള്ളതായിട്ട് ഞാൻ കേട്ടിരുന്നു. ഒന്ന് മോട്ടോർ സൈക്കിൾ അധികം ഇറങ്ങാത്തതുകൊണ്ട് തന്നെ എഞ്ചിന്റെ റിലയബിലിറ്റിയെ പറ്റിയൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ക്ലാസിക് ലെജൻസ് ആയതുകൊണ്ട് തന്നെ ഈ എഞ്ചിനെ പഴയതിലും ബെറ്റർ ആക്കിയിട്ടുണ്ടാകും. എന്തായാലും ഈ മോട്ടോർ സൈക്കിൾ ഓടിച്ചു നോക്കാതെ എനിക്ക് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. ഇനി ST-യുടെ സ്കാംബ്ലറിലോട്ട് തന്നെ തിരിച്ചു വരാം. കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് സംസാരിക്കാൻ. വണ്ടിയുടെ ലുക്ക് കൂട്ടാൻ വേണ്ടി മഹീന്ദ്ര മോജോലൊക്കെ നൽകിയ പോലെ റേഡിയേറ്ററിന് ലുക്കിന് വേണ്ടി ഒരു കവറിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത് അതിമനോഹരമായിട്ടുണ്ട്. റോയൽ എൻഫീൽഡിനെ പോലെ പെയിന്റ് സ്കീമിലും ഗ്രാഫിക്സിലും ശ്രദ്ധിക്കുന്നതിന്റെ ഉദാഹരണമാണ് 69 സ്കാംബ്ലർ എന്ന് പറഞ്ഞ ആ സൈഡ് പ്ലേറ്റിലെ ബാഡ്ജിങ്. റോയൽ എൻഫീൽഡിനെ പോലെ ആരും ഒന്നും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പെയിന്റ് സ്കീമും ഗ്രാഫിക്സും ഈ സ്കാംബ്ലറിൽ ST നടത്തിയിരിക്കുന്നു. പഴയതിനെ അപേക്ഷിച്ച് സീറ്റിന്റെ ഡിസൈനിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം കംഫർട്ട് വരുന്ന സീറ്റ് ആയിരിക്കും. വണ്ടി ഓടിച്ചു നോക്കാതെ സീറ്റിന്റെ കംഫർട്ടിനെ പറ്റി എനിക്ക് പറയാൻ സാധിക്കും. ഫ്രണ്ടിലും ബാക്കിലും LED ഹെഡ്ലാമ്പും ഫ്രണ്ടിലും ബാക്കിലും നൽകിയിരുന്ന ഇൻഡിക്കേറ്ററും LED തന്നെയാണ്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൽ ST-യുടെ ആ ലോഗോ അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ബാക്കിൽ ചെളി അടിച്ചു കയറുന്ന ഭാഗത്ത് ST എന്നും പറഞ്ഞൊരു ബ്രാൻഡിങ് നൽകിയിരിക്കുന്നു. BSAയുടെ സ്കാംബ്ലറിലൊക്കെ സെയിം ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് കൺസോളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഡിസൈനിൽ വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഹഗറിൽ തന്നെ നമ്പർ പ്ലേറ്റ് തന്നെ ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാല നമ്പർ പ്ലേറ്റുമേ ചെളി അടിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്പർ പ്ലേറ്റ് വിസിബിൾ ആയിരിക്കാൻ സാധ്യതയില്ല. ആരൊക്കെ ഈ രണ്ട് മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് നിങ്ങളൊരു വണ്ടി റിപ്പയർ ചെയ്യുന്ന മെക്കാനിക് ആണെങ്കിൽ ഈ രണ്ട് മോഡലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഈ രണ്ട് മോഡലുകളും ഇറങ്ങിയിട്ട് ഇതിന് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം എടുത്താൽ മതി. ഒറ്റ കാര്യം പറയാം, നമ്മളൊരു മോട്ടോർ സൈക്കിൾ മേടിക്കുന്ന വഴി കിടക്കാനല്ല, അതുമായിട്ട് യാത്രകൾ ചെയ്യാൻ വേണ്ടി തന്നെ. എന്തായാലും വണ്ടി ഇറങ്ങിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ വണ്ടി വാങ്ങിയാൽ മതി രണ്ട് മോഡൽ. അപ്പൊ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കാട്ടി മീഡിയ ആയിട്ട് ഫോളോ ചെയ്യുക.